അതായത് ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് UDF അവരുടെ ശക്തി തെളിയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷം അത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായിട്ടില്ല. പക്ഷേ ഈ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ UDFിലെ പല മുതിർന്ന നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്കിതൊരു വലിയ പാഠമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വികാരം പൂർണ്ണമായി നിലമ്പൂരിൽ കാണുന്നതിൻ്റെ ഫലമാണെന്ന് ഉണ്ടായെന്നത് പറയുന്നുണ്ട്. പക്ഷെ പല സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ അതല്ലാന്ന് പറഞ്ഞവരുമുണ്ട്. അതിലും കാര്യമില്ലാതില്ല. മറിച്ച് ഇവരിപ്പോൾ UDF കാണുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ അടുത്ത 2026 ഏപ്രിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF പൂർണ്ണമായും ഭൂരിപക്ഷത്തോട് ജയിച്ച് അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അവർ കാണുന്നത്. പക്ഷേ മാഷ് എങ്ങനെയാണ് ഈ ഇലക്ഷനും ഈ വരാൻ പോകുന്ന ഇലക്ഷനും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഈ UDFിൻ്റെ അടുത്ത നീക്കം കുറെ കൂടി സക്സസ് ആവുന്ന തരത്തിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സതീശൻ്റെ ഒരു ടോക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് ഏതാണ്ട് 100 സീറ്റോളം നേടാനായിട്ട് കഴിയും എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടമാക്കിയത്. ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയ്ക്ക് അത്തരത്തിൽ ആത്മവിശ്വാസങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ അണികളെ ആവേശം കൊള്ളിക്കാനായിട്ട് കൊള്ളാം. പക്ഷേ ഒരു നല്ല പൊളിറ്റിക്കൽ ലീഡർക്ക് ആളുകളെ ആവേശം കൊള്ളിച്ചാൽ മാത്രം പോരാ, അവരെ അതിനനുസരിച്ചിട്ട് രൂപപ്പെടുത്തി പാകപ്പെടുത്തി വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തൃഷ്ണ വേണം. ഇപ്പോൾ പൊതുവേ VD സതീശനെ വിലയിരുത്തുന്നത് വളരെ നല്ല ഒരു ഇലക്ട്രോണൽ മാനേജർ എന്ന നിലക്കാണ്. എന്നുവെച്ചാൽ ഏത് ഇലക്ഷനും ജയിക്കാനായിട്ട് പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാൾ എന്ന നിലക്കാണ്. പക്ഷേ അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെയധികം സംശയിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ പൊതുവുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊരു ഭൂരിപക്ഷമാണ് UDF നേടിയത്. ഈ നിലമ്പൂരിൽ പോലും 50,000-നും 60,000-നും അടുത്ത ഭൂരിപക്ഷമാണ് അവർ നേടിയിരുന്നത്. ഭൂരിപക്ഷമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവർ നേടിയ വോട്ട് ഏതാണ്ട് 1,00,000-അടുത്തായിരുന്നു. അതാണ് ക്രിട്ടിക്കൽ പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 VV പ്രകാശ് എന്ന കോൺഗ്രസ് നേതാവ് നേടിയ വോട്ടിനേക്കാൾ 790 വോട്ട് കുറവ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അതെന്താ അവർ പരിഗണിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് 11,000 ഭൂരിപക്ഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? എതിർ സ്ഥാനത്ത് നേടുന്നതായിട്ടുള്ള വോട്ടുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ആ നിയോജക മണ്ഡലത്തിൽ അവർക്ക് എത്ര വോട്ട് നേടാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നമ്മളതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റക്കായി എന്ന് വെച്ചാൽ നിശ്ചലമായി നിൽക്കുന്നതായിട്ടുള്ള മുന്നണിയുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രകടമാക്കപ്പെട്ടത്. 790 വോട്ട് കുറയുന്നത് എന്ന് പറയുന്നത് നല്ല സഹനമല്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് അവിടെ പ്രകടമാക്കപ്പെട്ടത്. പക്ഷേ വിജയിച്ചപ്പോൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 11,000 കൂടി എന്ന് മാത്രമല്ല, 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 4 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. UDFിൻ്റെ 3 സീറ്റ് UDF പിടിച്ചു, LDFിൻ്റെ 1 സീറ്റ് LDF പിടിച്ചു. പക്ഷേ ഈ 4 നിയോജകമണ്ഡലങ്ങളിലും UDFിൻ്റെ വോട്ടെന്ന് പറയുന്നത് മെച്ചപ്പെട്ട രീതിയിലായിരുന്നു. ചേലക്കര മാറ്റി നിർത്താം. ബാക്കി 3 നിയോജകമണ്ഡലങ്ങളിലും തൃക്കാക്കര ആയാലും പുതുപ്പള്ളിയിലായി കഴിഞ്ഞാലും പാലക്കാടായി കഴിഞ്ഞാലും അവരുടെ വോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഉയർന്നു എന്നുള്ളതാണ്. വോട്ട് നിലവാരം ഉയർന്നു. ഭൂരിപക്ഷം ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 33,000-ന് ഭൂരിപക്ഷമാണ്. അതായത് ഉമ്മൻചാണ്ടി നേടിയതിനേക്കാൾ വളരെ വളരെ കൂടുതൽ ഭൂരിപക്ഷമാണ്. ഭൂരിപക്ഷം മാത്രമല്ല അവിടെ ഉണ്ടായത്, അവിടെ ഒരുപാട് വോട്ടുകൾ കൂടി അവർക്ക് നേടാനായിട്ട് കഴിയും. നിലമ്പൂർ പക്ഷേ അവർക്ക് വോട്ട് നേടാൻ കഴിഞ്ഞില്ല. അത് പക്ഷേ ഈ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല, രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 790 വോട്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. 2% വോട്ടിൻ്റെ അടുത്ത് 2% വോട്ടിൽ കുറവുണ്ടായി. LDFിനാണെന്ന് വെച്ചാൽ 14,000-ലധികം വോട്ടിൻ്റെ കുറവും ഉണ്ടായി. ഇവർക്ക് 2% ഉണ്ടായി. അപ്പുറത്ത് മത്സരിച്ച അൻവറിന് 19,000 അല്ലെങ്കിൽ 20,000 വോട്ടിൻ്റെ അടുത്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് രസമുള്ള കാര്യമെന്ന് വെച്ചാൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ധർമ്മടം മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ ഈ 20,000 വോട്ട് മേടിക്കാൻ ശേഷിയുണ്ടാവില്ല അദ്ദേഹത്തിന്.
സതീശൻ പറവൂർ സ്വതന്ത്രമായിട്ട് മത്സരിച്ചാലും അദ്ദേഹത്തിന് ഇതൊന്നും മേടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അൻവർ ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ആ പ്രതിഭാസം വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലാണ്. എന്നുവെച്ചാൽ ഒരു മുസ്ലിം ആവാസ വ്യവസ്ഥയിലേ അത് സാധ്യമുള്ളൂ. ആ ഒരു സാധ്യതകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു ഇലക്ഷൻ മാനേജറായിട്ട് നമുക്ക് അൻവറിനെ കണക്കാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് രണ്ടു കൂട്ടരും അത്ര നിസ്സാരമായിട്ട് കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതിനെയും കൂടി പരിഗണിച്ചിട്ട് ഇവർക്ക് ഈ ഇലക്ഷൻ അനാലിസിസൊക്കെ നടത്താനായിട്ട് പറ്റുമോ. എന്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊസിഷൻ? 99 സീറ്റിൽ LDF ജയിച്ചു. ആ 99 സീറ്റിൽ ഒരു 16 സീറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് 5000 വോട്ടിന് താഴെ മാത്രം LDF വിജയിച്ച മണ്ഡലങ്ങളാണ്. ഇപ്പം നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് UDFന് ആകെ ചെയ്യാൻ കഴിയുന്ന ഈ 16 സീറ്റ് വേണമെങ്കിൽ പിടിക്കാം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കയ്യിലിരിക്കുന്ന 42 സീറ്റിൻ്റെ കൂടെ 15 കൂടി കൂട്ടാം. ഇപ്പോൾ 42 5 47 57 60 എത്തില്ല ഇവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് പക്ഷേ അവരൊരിക്കലും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പരിശോധിച്ചാൽ LDFന് 14,000 വോട്ട് കുറവായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ വോട്ട് പക്ഷേ LDFൻ്റെ വോട്ടല്ല, അത് അൻവറിന് നിർത്തി അൻവറിന് നേടാൻ കഴിയുന്നതായിട്ടും അതിനോടൊപ്പം തന്നെ കുറച്ച് മുസ്ലിം വോട്ടുകളൊക്കെ കൂടി ശേഖരിച്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അവിടെ ജയിച്ചത്. അത് പോയി. സ്വരാജ് എന്ന് മത്സരിച്ച സമയത്ത് LDFന് അവിടെ കിട്ടാവുന്നതായിട്ടുള്ള മുഴുവൻ വോട്ടുകൾ നേടാനായിട്ട് കഴിഞ്ഞു. 66,660 വോട്ടെന്ന് പറഞ്ഞതിന് അപ്പുറത്തൊരു വോട്ട് നേടാനായിട്ട് LDFന് ആ നിയമമണ്ഡലത്ത് കഴിയില്ല എന്നുള്ളതാണ്. ഇതിക്ക് മുമ്പ് ഇതിനേക്കാൾ വോട്ട് കൂടുതൽ പിടിച്ചു എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. ആര്യാടൻ മുഹമ്മദുമായിട്ടാണ് അദ്ദേഹം ഏറ്റുമുട്ടിയത്. അന്ന് 69,000-ൽ വോട്ട് നേടാനായിട്ട് കഴിഞ്ഞു. അന്ന് നേടിയതിനേക്കാൾ യഥാർത്ഥത്തിൽ ഏതാണ്ട് 2338 ആ റേഞ്ചിലുള്ള വോട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ LDFന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ LDFൻ്റെ ലോസ് ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കൂടിയാൽ 5000 വരെ വരുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ, മാക്സിമമാണ്. അതിന് താഴെ ലോസേ അവർക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയുള്ളൂ. അത് മാറ്റണമെങ്കിൽ അത് മാറ്റാൻ പറ്റും. അത് മാറ്റണം എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. LDFനെതിരെ വലിയ തിരമാല കണക്കുള്ളായിട്ടുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ജനവികാരമോ ഇളക്കി വിടാനായിട്ട് കഴിയും. അത് പക്ഷേ കഴിയില്ല എന്നാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം നൽകിയ സൂചന. കഴിയില്ലത്. നേരത്തെ കഴിയുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അതിൻ്റെ ഒഴുക്കിലാണ് അത്രയും ഭൂരിപക്ഷത്തിന് അവർ അവിടെയെല്ലാം ജയിച്ചിരുന്നത്. ആ ഒഴുക്ക് നിലച്ച തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ആ ഒഴുക്ക് നിശ്ചലമായിപ്പോയി. എന്നാലോ ഇവർക്കെതിരായിട്ട് കുറേ വോട്ടുകൾ വീഴും, ശരിയാണ്. പക്ഷേ ട്രെൻഡ് സെറ്റർ എന്ന നിലക്ക് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് ചിലപ്പോൾ അങ്ങനെ കാണുന്നവരാരും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് ഇതെല്ലാം പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള LDF വിരുദ്ധ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിൽ LDF അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുകയും എതിരാളികളെ എത്തിക്കാനായിട്ട് കഴിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്.